ഹായ് ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെജിറ്റബിൾ കുറുമ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെ ആവുമല്ലോ അല്ലേ? പക്ഷെ പലരും പല മെത്തേഡിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന നല്ല കുറുകിയ ചാറോട് കൂടി ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിൽ കുറുമ കഴിക്കാൻ ആഗ്രഹമുള്ളവർ എൻ്റെ ഈ റെസിപ്പി ഫോളോ ചെയ്തുണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ക്രീമും ഒന്നും ചേർക്കാതെ തന്നെ വീട്ടിൽ സ്ഥിരമുള്ള സാധനങ്ങൾ വെച്ച് നല്ല കുറുകിയ ചാറോട് കൂടിയ കുറുമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുതേ. ഞാൻ 4 വെജിറ്റബിൾസാണ് കുറുമയിലേക്ക് എടുത്തിരിക്കുന്നത്. സാധാരണ കുറുമയിൽ ചേർക്കാറുള്ള ബീൻസും ഗ്രീൻ പീസും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് രണ്ടും ചേർക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ഉരുളൻകിഴങ്ങ്, ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് എല്ലാം കട്ട് ചെയ്തിട്ടുള്ളത്, 1.5 കപ്പ് കോളിഫ്ലവർ, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം കൂടുതൽ ആരും അങ്ങനെ കുറുമയിൽ ചേർക്കാറില്ല. ചേർത്താൽ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. നമുക്കാദ്യം ഈ വെജിറ്റബിൾസ് എല്ലാം ഓരോന്നോരോന്നായി ഓയിലിലൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾ ഓയിൽ അധികം ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അതിന് പകരം എല്ലാ വെജിറ്റബിൾസും കുക്കറിൽ ഒരുമിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഹാഫ് വേവാവുന്നത് വരെ മാത്രം വഴറ്റിയാൽ മതി കേട്ടോ. ബാക്കി വേവ് ഗ്രേവിയിൽ കിടന്നിട്ട് വേണം വേവാൻ. ഇപ്പം എല്ലാം അത് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചിട്ട് ചൂടായാൽ 2 കരിയാമ്പു, 2 ഏലക്കായ, ഒരു ചെറിയ കറുവപ്പട്ട ഇവ ചേർത്തൊന്ന് ചെറുതായി മൂത്ത് വന്നാൽ നമുക്ക് നൈസായി അരിഞ്ഞ 2 മീഡിയം സൈസുള്ള സബോള ചേർത്ത് കൊടുക്കാം. സബോള ഒന്ന് വഴന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ 1 കുടം വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാൻ 5 എണ്ണം എടുക്കുന്നുണ്ട്. ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചെറുതായി അരിഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഈ മസാല ഒന്ന് അരച്ചെടുക്കേണ്ടതാണ്, അതുകൊണ്ട് ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും റോസ് സ്മെല്ല് മാറിയാൽ നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ 2 ചെറിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 ചേർത്താൽ മതി. തക്കാളി പകുതി ഒന്ന് വാടി വന്നാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ നമ്മളിതിൽ എരിവിന് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്, മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഞാൻ 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പൊടികൾ നന്നായി മൂത്ത് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് നന്നായി ചൂടാറിയാൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ വഴറ്റുമ്പോൾ ആദ്യം ചേർത്ത പട്ട, ഏലക്കായ, കരിയാമ്പോ ഒക്കെ കാണുകയാണെങ്കിൽ എടുത്തു മാറ്റിയതിന് ശേഷം അരച്ചാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ ഗരം മസാലയുടെ കൂടുതൽ കുത്ത് കറിയിലുണ്ടാവില്ല. ഈ അരച്ചത് മസാല വറ്റിയ അതേ പാനിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് വെള്ളം കൂടെ മിക്സിയിൽ ഒഴിച്ച് കുലുക്കി ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് നന്നായി ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ഇത് തിളച്ചു വരുന്ന സമയം കൊണ്ട് ഒരു കാര്യം ചെയ്യാം. മിക്സിയിൽ 1/2 കപ്പ് തേങ്ങയും 10-15 അണ്ടിപ്പരിപ്പും 1.5 ടേബിൾ സ്പൂൺ തൈരും 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും അരയ്ക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം അരപ്പ് ഇവിടെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. എന്നിട്ട് 5 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം മസാലയൊക്കെ വെജിറ്റബിൾസിൽ നന്നായി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം ചെറുതായി തിള വന്നു തുടങ്ങിയാൽ ഒന്നെങ്കിൽ മല്ലിയില അല്ലെങ്കിൽ കസൂരി മേത്തി, ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഏതാണോ കയ്യിലുള്ളത് അത് ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ കിടിലൻ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡിയായി. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഈ കറി ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.